നമസ്കാരം. ഈ കേരള യൂണിവേഴ്സിറ്റികളിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം SFIയുടെ നേതാവിൻ്റെ വെല്ലുവിളിയും ഒക്കെ വലിയ ചർച്ചയും വാർത്തയും ഒക്കെ ആയതാണ്. അങ്ങനെ SFI നേതാവ് ആർഷോ എന്തും പറയാൻ കരുത്തുള്ളവനായി മാറുന്നു. ഇന്നും വിദ്യാർത്ഥിയായി ജീവിക്കുന്ന ആ യുവജന നേതാവ് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഭീഷണിയുടെ സ്വരം ഉപയോഗിച്ച് തൻ്റെ പ്രസംഗം നടത്തുമ്പോൾ അതിലറിഞ്ഞോ അറിയാതെയോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ആകർഷകരായി പോകുന്ന പാവം വിദ്യാർത്ഥികളുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ പ്രിയപുത്രന്മാർ. പക്ഷെ അവരെയൊക്കെ പോലീസിൻ്റെയും മറ്റ് നരാധമന്മാരുടെയൊക്കെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ വാക്കുകൾ കേട്ട് സമരമുഖങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഈ പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സ്വന്തം ജീവിതവും ഒപ്പം തന്നെ സ്വന്തം കരിയറുമാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കേണ്ടത്, പലയിടത്തും ഈ റാഗിംഗ് എന്ന് പറയപ്പെടുന്നത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പല കോളേജുകളിലും നടക്കുന്നുണ്ട്, പല സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ പലതും കുറേ കാലങ്ങളായി മാഞ്ഞുപോയതാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ ശ്രമിച്ചിട്ടാണ്. പക്ഷേ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ആ HOD എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. രക്ഷപ്പെട്ടതും ജീവിച്ചതും ജയിച്ചതുമൊക്കെ ആരാ? ഈ SFIയുടെ നേതാവ്. ഒപ്പം തന്നെ ഈ SFIയുടെ നേതാവ് എന്ത് ചെയ്തു? ചില മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് വാർത്തകൾ കൊടുക്കുവാനും തയ്യാറെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ആ വാർത്തകളുടെയൊക്കെ പിൻബലത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഓടിക്കുവാൻ ഇതുപോലുള്ള ചില SFIയുടെ ബിരുദന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന് നടക്കുന്നതല്ല, മുൻപ് പല കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞത്. 1980കളിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള റാഗിംഗ് നടന്നത്. അത് കുട്ടികളോട് മാത്രമല്ല നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ വരെ അല്ലെങ്കിൽ അവിടുത്തെ HODമാർ അവരെ പോലും അവിടെ നിന്ന് ഓടിക്കുവാനുള്ള ഒരു കെൽപ്പിലേക്ക് അവിടുത്തെ SFI സംവിധാനം എത്തി എന്നുള്ളത് നാണക്കേടാണ്. പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലും ബഹുമാനിക്കാൻ കഴിയാത്ത വണ്ണം വൃത്തികെട്ടവന്മാരായി ഈ SFIക്കാരന്മാർ മാറുന്നത് ഈ കേരളത്തോടുള്ള അപമാനകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനുള്ള അപമാനമാണ് ഇത്തരത്തിലുള്ള SFIക്കാരെന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും അല്ല കേട്ടോ, എല്ലാ SFIക്കാരെ കുറിച്ചുമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളവരുണ്ട്. ഇല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തിയാലും അത് തെറ്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയല്ല ഒരു ക്യാമ്പസുകളും മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെയല്ല ഒരു കോളേജുകളിലേക്കും വിദ്യാർത്ഥികളെ സ്വീകരിക്കേണ്ടത്. ഇങ്ങനെയല്ല ഒരു കോളേജുകളിലും പഠനം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് സൗഹൃദ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സൗഹൃദത്തിൻ്റെ പുതിയ മേഖലകൾ തുറന്ന് അവിടെ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുന്ന ഒരു കലാലയങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും കേരളത്തിന് അഭിമാനം.